രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖ ആയിട്ടുള്ള പ്രസ്ബിറ്റേരോരും ഓർഡിനൻസ്, അല്ലെങ്കിൽ എന്താണ് പ്രസ്ബിറ്റേരോരും ഓർഡിനൻസ് എന്ന് പറയുന്നത്? പൗരോഹിത്യ ശ്രേണി അല്ലെങ്കിൽ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു പ്രമാണരേഖയില് 3 കാര്യങ്ങളാണ് ഒരു പുരോഹിതൻ ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 3 ദൗത്യങ്ങൾ. ഈ 3 ദൗത്യത്തില് ഊന്നിയിട്ടുള്ളതായിരിക്കണം എപ്പോഴും പൗരോഹിത്യം എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസില് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ ശുശ്രൂഷകൻ എന്നുള്ളതാണ്. പുരോഹിതൻ എപ്പോഴും ദൈവവചനം പ്രഘോഷിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. അടുത്തതായിട്ട് പരിശുദ്ധ കുർബാനയുടെയും മറ്റ് കൂദാശകളുടെയും ശുശ്രൂഷകനാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. പരിശുദ്ധ കുർബാനയും മറ്റു കൂദാശകളും ആർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്നതാണ്? ഒരു പുരോഹിതന് മാത്രം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് ദൈവജനത്തിന്റെ വഴികാട്ടിയും അധ്യാപകനുമാണ് ഒരു പുരോഹിതൻ എന്ന് പറയുന്നത്. പുരോഹിതൻ തനിക്ക് ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷ വഴിയായിട്ട് ദൈവജനത്തെ പ്രത്യേകമായിട്ട് നയിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു വിളിയിലേക്ക് ഏറെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പുരോഹിതൻ എന്ന് പറയുന്നത്.